എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പകരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ, പകരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പകരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. ഒന്നുമില്ലായ്മയിലും എല്ലാമുള്ളവനെ പോ, ഒന്നുമില്ലായ്മയിലും എല്ലാമുള്ളവനെ പോ. എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പകരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിസ്നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുദിന വചനം. We are not ignorant of Satan's devices. നാം സാത്താന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ. ഞങ്ങളെ പാറയും വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളുടെ അതരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ ആത്മാവും ദൈവമേ ഞങ്ങളെ സഹായിക്കണം, പഠിപ്പിക്കണം. ആമേൻ. വിശുദ്ധ പൗലോസ് കൊറിന്ത്യർക്ക് എഴുതിയ ലേഖനം, 2-ാം ലേഖനം 2-ാം അധ്യായം 11-ാം തിരുവചനം. Second letter of Saint Paul to Corinthians chapter 2 verse 11. Lest Satan should get an advantage of us, for we are not ignorant of his devices. Amen. ഈ നിരാശ, ഈ സാത്താൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടിടുന്ന വലിയ ഒരു ആയുധമാണ്. അത് തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം ആഴത്തിൽ നമ്മൾ ഗ്രഹിക്കണം, മനസ്സിലാക്കണം, പഠിക്കണം. നമ്മുടെ ജീവിതത്തെ മതിക്കുന്ന പ്രശ്നങ്ങളുടെ നീർച്ചുഴിയിലാണ് മനുഷ്യൻ എപ്പോഴും. മനുഷ്യന്റെ ആശകൾക്കും ഒരളവില്ല, അല്ലേ? മനുഷ്യന്റെ ആശകൾക്ക് ഒരളവില്ല. അതുകൊണ്ട് തന്നെ അവന് സംതൃപ്തിയുമില്ല. മനുഷ്യൻ പടുത്തുയർത്തുന്ന ആശാക്കോട്ടകൾ പലപ്പോഴും തകർന്നടിയുമ്പോൾ നിരാശ കടന്നു വരാം. ഒരു കുറ്റകൃത്യമോ ഒരു അപകടമോ നമ്മെ നിരാശയിലാഴ്ത്താം. പ്രണയം തകരുമ്പോഴോ, ദാമ്പത്യം പരാജയപ്പെടുമ്പോഴോ, മക്കൾ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഉയരാതിരിക്കുമ്പോഴോ, മക്കൾ വഴിതെറ്റി പോകുമ്പോഴോ, ഉറ്റ സുഹൃത്തുക്കൾ വഞ്ചിക്കുമ്പോഴോ, ആത്മസുഹൃത്തുക്കൾ പരിഹസിക്കുമ്പോഴോ, ജീവിത പങ്കാളി മരണപ്പെട്ട് ഒറ്റപ്പെടുമ്പോഴോ നിരാശ കടന്നു വരാം. ഹൃദയം പിളർന്നു പോകുന്ന പോലെ അനുഭവപ്പെടാം. നിരാശബോധം എക്കാലവും സാത്താന്റെ കരങ്ങളിലെ ഒരു ആയുധമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. ഈ അസ്ത്രം ഏത് സാത്താൻ അനേകം ആത്മാക്കളെ ഇന്നും തകർത്തുകൊണ്ടിരിക്കുകയാണ്. നിരാശയിൽ മനുഷ്യർ ദൈവത്തെ തള്ളിപ്പറയും, വിശ്വാസം മന്ദീഭവിക്കും, മറ്റുള്ളവരെ കുറ്റം പറയും, വിധിയെ പഴിക്കും, മദ്യത്തിനും മയക്കുമരുന്നിലും അഭയം തേടും. അവസാനം സാത്താൻ മനുഷ്യരെ ആത്മഹത്യയിലേക്ക് നയിക്കും. യൂദായിൽ വ്യാപരിച്ചത് ഈ ആത്മാവാണ്. സാത്താൻ അലറുന്ന സുഖം പോലെ ഇരകളെ തേടി നടക്കുന്നു. 1 പത്രോസ് 5
8ാമത്തെ വാക്യത്തിലൂടെ ആത്മാവ് നമ്മൾ പഠിപ്പിക്കുന്നത്, നിർമ്മതരായിരിപ്പേൻ, ഉണർന്നിരിപ്പേൻ. നിങ്ങളെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റും നടക്കുന്നു. സാത്താന്റെ തന്ത്രങ്ങളെ അറിയാതെ പോകരുത്. കുറിവാക്യം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആ വാക്യം ഒന്നുകൂടി ഞാൻ വായിക്കാം. 2 കൊരിന്ത്യർ 2:11. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ഈ സാത്താന്റെ പണിപ്പുരയിൽ ഏറ്റവും വിലയുള്ള ആയുധം നിരാശയാണ്. ഈ ആയുധം പല ഭക്തന്മാരിൽ പോലും സാത്താൻ പ്രയോഗിച്ചിട്ടുണ്ട്. ഏലിയാവിലും യോനായിലും യോബിലും ഈ ആയുധം സാത്താൻ ഉപയോഗിച്ചു. നിരാശയെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്ത് വിജയിച്ച ചരിത്രമാണ് ജോസഫിൻ്റെത്. ദാവീദ് വലിയ കഷ്ടതയിലും നിരാശയിലുമായ അവസരങ്ങളിൽ ദൈവമായ യഹോവയിൽ പ്രത്യാശപ്പെട്ടു. നിരാശയുടെ അടിത്തട്ടിൽ ഹബക്കൂക്കിന്റെ ജീവിത വീക്ഷണം പ്രത്യാശയുടേതായിരുന്നു. നിരാശാനുഭവങ്ങളിൽ ദൈവവചനം പങ്കാളിയാകുമ്പോൾ വിലാപത്തെ നൃത്തമാക്കുവാൻ നമുക്ക് കഴിയും. ദൈവവചനം നമ്മുടെ സന്ധികളിലും മജ്ജകളിലും തുളച്ചു കയറും. ഉണങ്ങിയ അസ്ഥികൾക്കും ഞരമ്പും മാംസവും ത്വക്കും ജീവനും വരും. അവ പുതുശക്തി പ്രാപിക്കും. ഈ വചനങ്ങൾ സന്തത സഹചാരി ആയതുകൊണ്ട് പൗലോസ് അപ്പോസ്തലന് കഷ്ടങ്ങളിലും ദുഃഖങ്ങളിലും കാരാഗൃഹത്തിൽ കിടന്ന് കൊണ്ട് പ്രത്യാശയോടെ ഇങ്ങനെ പറയുവാൻ കഴിഞ്ഞു. ഫിലിപ്പിയർ ലേഖനം 4-ാം 12-13. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്നോട് ചേർന്ന് രാമേ പറയാം, ആമേൻ, ആമേൻ, ആമേൻ. സഹോദരങ്ങളെ, ജീവിതത്തിൽ നിരാശകൾ കടന്നു വരുമ്പോൾ വചനത്താൽ ശക്തിപ്പെടുക, ഉറച്ചു വിശ്വസിക്കുക. ആവർത്തന പുസ്തകം 31-ാം 8-ാം തിരുവചനം എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോട് കൂടെ ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നീ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ശക്തീകരിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരുണാസമ്പന്നനായ സ്വർഗീയ പിതാവേ, നിന്റെ മക്കളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാനും കഴിഞ്ഞ രാത്രിയിൽ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ ഞങ്ങളെ കാത്തു പരിപാലിച്ച് ആരോഗ്യത്തോടെ പ്രാകാരങ്ങളെ കൂട്ടിവരുത്തിയതിനായി സ്തോത്രം. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരു അനുഗ്രഹമായി ഞങ്ങളോട് അനേകർ അനുഗ്രഹം പ്രാപിക്കുവാൻ ആത്മാവ് ദൈവം ഞങ്ങളെ സഹായിക്കണം. കുടുംബമായി ഞങ്ങളെ സമർപ്പിക്കുന്നു. അടിയങ്ങൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, നിരാശയുടെ പടുക്കുഴിയിൽ നിന്ന് ഞങ്ങളെ കരം പിടിച്ച് അവിടുന്ന് ഉയർത്തി പ്രത്യാശയുടെ കിരണങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ മടുത്തുപോകാതെ ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം തികയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ മാതൃരാജ്യമേ ഇന്ത്യ അനുഗ്രഹിക്കണമേ. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാഷ്ട്രമായി മാറട്ടെ. ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലും മാറ്റമില്ലാത്ത തിരുവചന സത്യം പ്രഘോഷിക്കുന്ന അവിടുത്തെ വിശുദ്ധരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രതികൂലമായ ധാരാളം ദിനങ്ങളാണല്ലോ കടന്നു വരുന്നത്. കർത്താവേ, അവിടുത്തെ വചന പ്രഘോഷണത്തിന് പ്രതികൂലമായ പല സംഭവങ്ങളും ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണല്ലോ. അതിൻ്റെ നടുവിൽ നിരാശപ്പെട്ടു പോകാതെ പടചേർത്തവന്റെ ഇഷ്ടം നിറവേറ്റുന്ന യഥാർത്ഥ പടയാളികളായി അവിടുത്തെ രാജ്യത്തിന് വേണ്ടി ജീവിക്കുവാൻ അവിടെ ഞങ്ങളെ ഒരുക്കുന്നതിനായി, ബലപ്പെടുത്തുന്നതിനായി, ശക്തീകരിക്കുന്നതിനായി സ്തോത്രം. ഈ സമയത്ത് വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ മടുത്തു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ, പ്രത്യാശയോടെ അവർക്ക് വച്ചിരിക്കുന്ന ഓട്ടം തേക്കുവാൻ അവരെ സഹായിക്കണമേ. അവിടുത്തെ സൗഖ്യത്തിന്റെ കരം മക്കളുടെ മേൽ വച്ചിരിക്കുക സ്തോത്രം. സന്തോഷവും സമാധാനവും പ്രത്യാശയും ഇരട്ടിയായി നൽകുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ തലമുറകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തോട് പറ്റിച്ചേർന്ന് നടക്കുവാൻ മക്കളെ സഹായിക്കണമേ. ദൂരത്തും ചാരത്തുമായ ജോലിക്കായി, പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ, സഹോദരങ്ങളെ, കൂട്ടുവിശുദ്ധരെ ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവേ, ലോകത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല അനിഷ്ട സംഭവങ്ങളുടെ നടുവിൽ നിരാശപ്പെട്ടു പോകാതെ പ്രത്യാശയോടെ അവിടുത്തെ തിരുസാന്നിധ്യം രുചിച്ചറിഞ്ഞുകൊണ്ട്, അവിടുത്തെ കരുതൽ സ്നേഹവും രുചിച്ചറിഞ്ഞുകൊണ്ട് അവിടുന്ന് കൊടുത്തിരിക്കുന്ന വിശ്വാസ പാതയിൽ തന്നെ സഞ്ചരിക്കാൻ മക്കളെ സഹായിക്കണം.
ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു. വിശേഷാൽ പ്രത്യേകമായി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന മക്കളെ ഓരോരുത്തരെയും കുടുംബമായി വ്യക്തിപരമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയൻ അത് ഇന്നതെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞ് അനുഗ്രഹിക്കുന്ന അപ്പ, നിന്റെ മക്കളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവിടെ നിവർത്തിക്കണമേ, അവിടുന്ന് സൗഖ്യമയക്കണമേ, സമൃദ്ധി അയക്കണമേ. അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ആരുമില്ലാതേകനാകുമ്പോൾ കൂടെയുണ്ടെന്നരുളിയവൻ, ആരുമില്ലാതേകനാകുമ്പോൾ കൂടെയുണ്ടെന്നരുളിയവൻ, എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ, എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. വാതിലുകളടയുമ്പോൾ ചെങ്കടൽ പിളർന്നതുപോൽ, വാതിലുകളടയുമ്പോൾ ചെങ്കടൽ പിളർന്നതുപോൽ, എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ, എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പകരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല.